इंड्रो सेल का बनाया हुआ है ना, ये सेल जो है ना ये ठीक से बैठता नहीं है क्या? नहीं बराबर बैठे। कैसे बनाया, किससे बनाया? सेल का है, इंड्रो सेल बोलते हैं। मतलब सेल को जॉइंट कर करके हाँ, कट करके जो है। शेल को कट कट करके करके ग्राइंड करके फिर उसको इसलिए इतना महंगा। ये सेल आपको इस तरह सेल आपको ये मदर पर्ल है क्या? मदरपल का जो मॉल जो निकलते हैं निकलते हैं, वही उसी प्लेट का? सेल है, वही सेल है। पता चल रहा है मदर पर्ल कैसे रहता है ना। ये सब कितने का? 500 का लाई जाएगा ना। ये पेड़ और ओरिजिनल पेड़ है ना, सिर्फ ऐसे आपका जो है ये ओरिजिनल है। हाँ। പോർട്ട് ബ്ലെയറിലെ നല്ലൊരു കാഴ്ചയായിരുന്നു ഈ കണ്ടത്. ഏവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കട. എല്ലാ ഐറ്റംസും ഉണ്ട്, കമ്മലും മാലയും അതുപോലെ തന്നെ ഷോ പീസസും എല്ലാം ഉണ്ട്. കുറേ നേരം അവിടെ നിന്നു, വിലയൊക്കെ ചോദിച്ചു. അതുപോലെ തന്നെ അദ്ദേഹം ഈ മീനിൻ്റെ വില തന്നെ അദ്ദേഹം 6000 രൂപയാണ് പറയുന്നത്. കുറച്ച് കോസ്റ്റ്ലി ആയിട്ട് തോന്നി. കോറലുണ്ടല്ലോ, ഷെല്ലിനെ കൊണ്ടുവന്നിട്ട് അവർ ഗ്രൈൻഡ് ചെയ്ത് അത് ജോയിൻ ചെയ്ത് ഉണ്ടാക്കിയ പ്യുവറാണെന്നാണ് പറയുന്നത്. എത്ര കാലം ഇരുന്നാലും കേടാവത്തില്ല. അപ്പം ആ കടയിലേക്ക് ഒരു നോട്ടം എത്തിയാൽ ആരും വാങ്ങാതെ പോവില്ല. അത്രയ്ക്ക് അതിമനോഹരമായ അറേഞ്ച്മെൻറ്റ്സാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. മാലകൾക്ക് മാലകളും അതുപോലെ കമ്മലും ഷെൽസും എല്ലാം ഒരു സെപ്പറേറ്റ് വെച്ചിരിക്കുന്നു. ശംഖുണ്ട് കേട്ടോ, അത് ബംഗാളികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ശംഖ്. അതെല്ലാം നല്ല ഇതിൽ ഓർഡറിലാണ് അദ്ദേഹം വെച്ചിരിക്കുന്നത്. എനിക്ക് വളരെയധികം ഇഷ്ടമായി. ഹായ് ഡിയേഴ്സ്, ഏവർക്കും തസൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോ എൻ്റേത് ക്രൂസിലെ വിശേഷങ്ങളായിരുന്നു. ക്രൂസിൽ നിന്ന് നമ്മൾ ഇറങ്ങി നമ്മൾ ഐലൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വരുന്ന വഴിക്ക് നിറയെ കച്ചവടക്കാരുണ്ട്. അങ്ങനെ നമ്മൾ കച്ചവടക്കാരോടൊക്കെ വിലയൊക്കെ ചോദിച്ചു. നല്ല ഒറിജിനൽ പേളും മുത്തും ഒക്കെയാണ് അവർ വെച്ചിരിക്കുന്നത്. കടലിൽ നിന്നും നേരിട്ട് എടുത്തിട്ട് കൊണ്ടുവന്നെയാണ്. അങ്ങനെ നമ്മളെ വണ്ടി അവർ കൊണ്ടുവന്ന് പിക്ക് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ നമ്മുടെ ഹോട്ടലിലെ റൂം തുറന്നു. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഡബിൾ കോട്ട് ബെഡും ഒക്കെയാണ്. നല്ലൊരു റൂമായിരുന്നു. അപ്പോൾ നമ്മളിവിടെ നിന്ന് നമ്മൾ ഫ്രഷ് ആയതിന് ശേഷം ഒരു സ്കൂട്ടി ഹയർ ചെയ്ത് നമ്മൾ പോവുകയാണ്. ഇവിടെ നമുക്ക് സ്കൂട്ടി ഹയർ ചെയ്ത് പോയാൽ നമുക്ക് കാഴ്ചകളും എല്ലാം കാണുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു ദിവസത്തേക്കുള്ള സ്കൂട്ടി ഹയർ ചെയ്തു. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോവുകയാണ്. കടലിലേക്ക് പോകുന്ന സമയത്ത് എപ്പോഴും ഒരു ഡ്രസ്സൊക്കെ എക്സ്ട്രാ എടുക്കണം. അതുപോലെ തന്നെ ഷോർട്ട്സൊക്കെ ഇടുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹസ്ബൻഡ് പറയുന്നു നാട്ടിൻപുറത്ത് അതേ വഴി, നാടെങ്ങനെയാണോ അതുപോലെയാണ്. അപ്പം എത്തിയിട്ടുണ്ട്. ആൻഡമാൻ നിക്കോബാർ എംപോറിയം എന്നവിടെ ഒരു വലിയ ബോർഡൊക്കെ ഉണ്ട്, സാഗരിക എന്നാണ്. അപ്പം നമ്മൾ കാണുമ്പോൾ തന്നെ നീൽ ഐലൻഡിലേക്ക് എത്തിക്കഴിഞ്ഞു. എന്താ രസമെന്നറിയോ, അതിമനോഹരമായ ഒരു കടൽ. അപ്പം ഐലൻഡല്ലേ, ഓരോരോ ഐലൻഡിലേക്കല്ലേ നമ്മൾ പോയിക്കൊണ്ട്. റോസ് ഐലൻഡിൽ പോയിരുന്നു നമ്മൾ. അപ്പോൾ നമ്മൾ നീൽ ഐലൻഡിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഹസ്ബൻഡ് വെള്ളം കണ്ടതും നേരെ അങ്ങ് പോയി, കടലിലോട്ട് നേരെ അങ്ങ് പോയി. അത്ര ആഴമൊന്നുമില്ല നമുക്ക്. അപ്പോൾ അവിടെ സെക്യൂരിറ്റി ഗാർഡും എല്ലാം ഉണ്ട് കേട്ടോ. നമുക്ക് അറ്റം വരെ പോകാം. പക്ഷേ അവിടെ ഒരു വല പോലെ ഒരു ലൈൻ ഇട്ടിട്ടുണ്ട്, അവിടെ വരെ നമുക്ക് പോകാം. പേടിക്കാനൊന്നുമില്ല. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ എന്ത് രസമാണെന്നറിയാം. നീറ്റ് ആൻഡ് ക്ലീനാണ് വെള്ളമാണെങ്കിലും. അതുപോലെ തന്നെ അതിൻ്റെ തീരം ഉണ്ടല്ലോ, എല്ലാം നല്ല നീറ്റാണ്. അവിടെ ഗവൺമെൻറ്റിൻ്റെ പ്ലാസ്റ്റിക് നിരോധന മേഖലയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്താ ഒരു രസമെന്നറിയാമോ. നമ്മൾ കുറേ നേരം, ഇപ്പം 11 മണിയാണ്. 11 മണിക്ക് വെയിൽ നല്ലപോലെ ഉണ്ടെങ്കിലും നല്ല തണുത്ത കാറ്റാണ്. അങ്ങനെ കുറേ നേരം വെള്ളത്തിലൊക്കെ ഇങ്ങനെ കളിച്ചു. കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത ഒരു ഐലൻഡിലാണ് അടുത്തതായിട്ട് നാളെ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോസാണ് ഇത്. അതിൻ്റെ പരിസരമൊക്കെ കണ്ടില്ല, എത്ര രസമാണ്, എന്ത് നീറ്റാണെന്ന് നോക്കിയിട്ട്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അവിടെ ചെന്നപ്പോൾ ഹസ്ബൻഡിനൊരു ഫ്രണ്ടിനെ കിട്ടി.
അപ്പം അദ്ദേഹത്തിൻ്റെ മോൻ ഇവിടെ കടലിൽ കളിക്കുന്നുണ്ടായിരുന്നു, ചെറിയ ഒരു കുട്ടി. അപ്പോൾ കുട്ടി ആരുടെ മോനാണെന്നറിയില്ല, ആരും പരിസരത്തില്ല. അപ്പോൾ പിന്നെ ചോദിച്ചപ്പം ഹസ്ബൻഡ് ചോദിച്ചപ്പം പറഞ്ഞു എൻ്റെ മോനാണ്. ഒരാൾ ഓടി വന്നു, വേണ്ടേ വരുന്നത് കണ്ടില്ലേ, സന്തോഷമായിട്ടാണ് വരുന്നതെന്ന്. സായങ്കാലമായപ്പോഴത്തേക്ക് തിരകളെല്ലാം കുറച്ച് മാറ്റങ്ങളൊക്കെ വരാൻ തുടങ്ങി. വെള്ളത്തിൻ്റെ ഓളമൊക്കെ കുറച്ച് കൂടിയിട്ടുണ്ട്. ആളുകളെല്ലാം കൂടി കേട്ടോ. ഈവനിങ് ടൈമിൽ ആണ് അവിടെ നിറച്ച് ആൾക്കാർ വരുന്നത്. അപ്പം ഇതെല്ലാം ടൂറിസ്റ്റുകളാണ്, ഇഷ്ടം പോലാണ്. നമുക്ക് സന്തോഷമായി, നിറയെ ആളുണ്ടല്ലോ, സന്തോഷമാണ്. ആൾക്കാരെ കാണുമ്പോൾ തന്നെ നല്ലൊരു സന്തോഷമല്ലേ നമുക്ക് കാണാം. ഒരുപാട് ഇഷ്ടമായ ഒരു ഐലൻഡായിരുന്നു നീൽ ഐലൻഡ്. പേര് പോലെ തന്നെ നീലാകാശവും അതുപോലെ തന്നെ തെളിഞ്ഞ വെള്ളവും എല്ലാം കൊണ്ടും അടിപൊളി ഒരു ഐലൻഡ് തന്നെയാണ് നീൽ ഐലൻഡ്. ആൻഡമാനിൽ വരുന്ന ഏതൊരാളും നീൽ ഐലൻഡ് കാണേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരുപാട് തിരയും അതുപോലെ തന്നെ നമ്മൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത തിരയാണ്. അല്ലെ, നമ്മളുടെ കാലുകളെ തഴുകിക്കൊണ്ട് പോകുന്നതാണ് ആ തിരകളുടെ ഒരു പ്രത്യേകത. നല്ല ഒരു അനുഭവമായിരുന്നു. ഞങ്ങൾ വെള്ളത്തിലൂടെ നടക്കുവാണ് ഗൈസ്. ഞങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഗൈസ്. പതുക്കെയാണ് നടക്കുന്നത്. എന്തായാലും വൈകിട്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ രാത്രിയാകുമ്പോഴത്തേക്ക് നമ്മളുടെ വണ്ടി നമ്മളെ പിക്ക് ചെയ്യാൻ വരും, നമ്മൾ തിരിച്ചു പോകും. അങ്ങനെ നമ്മൾ സന്ധ്യയോടടുക്കുന്നു. നമുക്ക് വണ്ടി വന്നിട്ടുണ്ട് നമുക്ക് പോകാനുള്ള. ഇതൊക്കെ കണ്ടൽക്കാടുകളാണ് കേട്ടോ. കണ്ടൽക്കാടുകൾ ആൻഡമാൻ നിക്കോബാറിൽ ഒരുപാടുണ്ട്. കണ്ടൽക്കാടിൻ്റെ തന്നെ ഒരു നാടല്ലേ ആൻഡമാൻ നിക്കോബാർ. ഇഷ്ടം പോലെ തെങ്ങും തേങ്ങയും അതുപോലെ തന്നെ കരിക്കും എല്ലാം കാണാൻ എന്ത് രസവും. ബോട്ടുകൾ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് പോകുന്നത് കാണാൻ തന്നെ എന്ത് രസമാണെന്നറിയോ. നല്ല സ്പീഡിലാണ്. ഒരു വെള്ള ബോട്ടാണ് പോയിക്കൊണ്ടേയിരിക്കുന്നത്. ആൻഡമാൻ നിക്കോബാർ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം ലഭിച്ചിട്ടുള്ള പോർട്ട് ബ്ലെയറിലെ പ്ലാസ്റ്റിക് നിരോധിത മേഖലയായിട്ട് പ്രഖ്യാപിച്ച നീൽ ഐലൻഡാണ് ഇത്. അവിടെ എല്ലാം ബാംബു വെച്ചിട്ടുള്ള ഹട്ടുകളും അതുപോലെ നമ്മൾ കടലിൽ കുളിച്ചിട്ട് കയറി വരുമ്പോൾ ബാത്ത് ചെയ്തിട്ട് കിടക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും, കസേരകളും അതുപോലെ തന്നെ ദീവാൻ കൂട്ടും എല്ലാം മുള കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഡസ്റ്റ്ബിൻ അടക്കം മുള കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതാണ് നമ്മൾ റെസ്റ്റ് എടുക്കാനുള്ള കസേരകൾ. നല്ല തണുത്ത കാറ്റുണ്ട്, അതുപോലെ തന്നെ വെയിലും ഉണ്ട് കേട്ടോ.
മുള കൊണ്ടുള്ള എല്ലാ സാധനങ്ങളും മുള കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബാമ്പു വെച്ചിട്ടുള്ള കസേരകളും എല്ലാമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ലൊരു വ്യൂ ആയിരുന്നു കാണാൻ. അതിമനോഹരമായ ഒരു വ്യൂ തന്നെയാണ്. അതുപോലെ അവിടെ പബ്ലിക് നോട്ടീസുകളുണ്ട്, ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ബ്ലൂ ഐലൻഡ് അല്ലേ, ബ്ലൂ ഐലൻഡാണ്, നോ പ്ലാസ്റ്റിക് സോണാണ്, ഗവൺമെൻറ്റിന് അംഗീകരിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും വിവരപ്പട്ടികകൾ ഈ ഒരു ബോർഡിൽ എഴുതിയിട്ടുണ്ട്.